അനധികൃത അവയവക്കടത്ത് കേസിലും ലഹരി മരുന്ന് വേട്ടയിലും നിർണായക വെളിപ്പെടുത്തലുകളുമായി എറണാകുളം റൂറൽ SP KS സുദർശനൻ. അവയവക്കടത്തിന് പിന്നിൽ മനുഷ്യക്കടത്ത് നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ. അവയവക്കടത്ത് റാക്കറ്റിലെ പ്രധാനിയായ നജീബിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പോലീസ് കരുതുന്നത്. ഇയാൾക്ക് മംഗലാപുരത്തെ ക്രിമിനൽ ഗുണ്ടാ സംഘങ്ങളുമായി അടുത്ത ബന്ധമുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ട്. അവയവദാനത്തിനായി സമർപ്പിച്ച രേഖകൾ വ്യാജമാണെന്നറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും ആശുപത്രി അധികൃതർ ഒത്താശ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. അവയവം നൽകുന്നവർക്ക് 5 ലക്ഷം രൂപ നൽകി സ്വീകരിക്കുന്നവരിൽ നിന്ന് 25 ലക്ഷം രൂപ വരെയാണ് നജീബും സംഘവും ഈടാക്കിയിരുന്നത്. പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിലേക്ക് റാക്കറ്റിന്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചിരുന്നുവെന്നും കേരളത്തിലെ വിവിധ ആശുപത്രികൾ കേന്ദ്രീകരിച്ചാണ് ശസ്ത്രക്രിയകൾ നടന്നതെന്നും എറണാകുളം റൂറൽ SP KS സുദർശനൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇതുവരെ നടന്നിട്ടുള്ള അന്വേഷണത്തിലെ പ്രധാനപ്പെട്ട നജീബാണ്. അയാളെ അറസ്റ്റ് കഴിഞ്ഞു, അയാളുടെ കൂടെ സ്ത്രീയെയും അറസ്റ്റ് കഴിഞ്ഞു. ഇനി അതിലെ ഇടപെട്ടിട്ടുള്ള ആളുകൾ, ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ കൂടുതൽ അന്വേഷണം നടത്തി മാത്രമേ കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെയുണ്ടെങ്കിൽ അതിൽ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെ അറസ്റ്റ് ചെയ്യും. വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടെടുത്ത എല്ലാ ഡോക്യുമെന്റ്സും വെരിഫൈ ചെയ്ത് അതിലേതൊക്കെ ഫോർജറി ഡോക്യുമെന്റ്സിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയ ശേഷം അത് ഏതൊക്കെ ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ ഏതൊക്കെ അതോറിറ്റീസിന് മുമ്പിൽ ഹാജരാക്കിയിട്ടുണ്ട്, ഏതൊക്കെ തട്ടിപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ച് അതിൽ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെ. കൂടാതെ കഴിഞ്ഞ ദിവസം അങ്കമാലിയിൽ കാറിൽ കടത്തുകയായിരുന്ന 600 ഗ്രാം ഹെറോയിനുമായി 3 അസം സ്വദേശികളെ പോലീസ് പിടികൂടിയിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ലഹരിക്കടത്തിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ പുറത്തുവന്നത്. ബർമയിൽ നിന്ന് ഒഡീഷ വഴിയാണ് കേരളത്തിലേക്ക് വൻതോതിൽ ഹെറോയിൻ എത്തുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ചെറിയ അളവുകളായിട്ടാണ് ഇത് വിറ്റഴിക്കുന്നത്. പിടിയിലായവർ വെറും ഇടനിലക്കാർ മാത്രമാണെന്നും ഇതിന് പിന്നിലെ പ്രധാന പ്രതികളെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയതായി റൂറൽ SP അറിയിച്ചു. പ്രധാനമായിട്ടും സാധനം സപ്ലൈ ചെയ്തു നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലുള്ള ആളുകളും ഉപയോഗിക്കുന്നത് കാർ മാർഗമാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ആസാമിലുള്ള ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികൾ അവരുടെ കേരിയേഴ്സ് ആയിട്ടാണ് ഈ കൊണ്ടുവന്നിട്ടുള്ള ആളുകളെ ഉപയോഗിക്കുന്നത്. ഇവരിൽ നിന്നും ഈ സാധനം അവർ പറയുന്ന ആളുകൾ അവർ ഫോണിൽ അറിയിക്കുന്ന രീതിയിൽ ആളുകൾ കൊണ്ടിട്ടാണ് ഇതിനുള്ള സാധനമാകുന്നത്. അപ്പോൾ വാങ്ങുന്ന ആളുകളും ഈ കാരിയേഴ്സ് തമ്മിൽ ബന്ധപ്പെടുന്നില്ല. ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന ആസാമിലാണ്. ഈ സമീപകാലത്ത് എറണാകുളം ജില്ലയിലോ വിളിച്ചിട്ടുള്ള കേസുകളിലെ ഇത്രയും ക്വാണ്ടിറ്റി കേസിൽ കുറിച്ചിട്ടുള്ള നിയമങ്ങൾ കുറിച്ചിട്ടുള്ളതിൻ്റെ വലിയൊരു കേസാണ് ഇപ്പോൾ നമ്മൾ സംഭവിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ആലുവ. റോയൽ കൊച്ചി 15 വർഷമായി പള്ളുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് എല്ലാ സർവീസുകൾക്കും 30 ഡേയ്സ് സർവീസ് വാറന്റി. സർവീസ് അടുത്തിരുന്ന് കാണാം. പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് തവണ വ്യവസ്ഥയിൽ പുതിയ മൊബൈൽ ഫോൺ സ്വന്തമാക്കാം. ഡോർ ഡെലിവറി സംവിധാനമുണ്ട്. റോയൽ കൊച്ചി.